ബാലഭാസ്കറിൻ്റെ മരണം എന്താണെന്ന് അറിയാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട്. 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അത് എന്താണ് കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ആ കാറിലുള്ള 2 പേര് ഇപ്പോഴും ജീവനോടുണ്ട്, അർജുനും ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയും. അവരിൽ ആരും കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നില്ല. ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി ആകപ്പാടെ ഗുരുതരാവസ്ഥയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 6 കൊല്ലത്തിന് ശേഷം അവർ വാ തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത് വീണ്ടും 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 പ്രശ്നത്തിലേക്കാണ് മാറിക്കൊണ്ടിരുന്നത് എന്ന് തോന്നുന്നു. ഓരോ പ്രശ്നത്തിനും ക്ലാരിറ്റി കൊടുക്കാൻ ആ അഭിമുഖത്തിന് കഴിഞ്ഞില്ല. മനോരമ ന്യൂസിനകത്തായിരുന്നു അഭിമുഖം വന്നത്. അഭിമുഖം വലിയ കുഴപ്പമില്ല, പക്ഷേ പല മേഖലയിലേക്കും അവതാരകൻ പലപ്പോഴും പല ചോദ്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നിയ പല ചോദ്യങ്ങളും അവതാരകൻ ചോദിച്ചില്ല. മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് നമുക്കറിയില്ല. അതോ ഇത് നേരത്തെ തന്നെ തീരുമാനിപ്പിച്ച് ഉറപ്പിച്ച ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പല ചോദ്യങ്ങളിലും നമ്മളെ ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പല ചോദ്യങ്ങളിലും നമ്മളെ മനസ്സിൽ വന്നു, ഇത് ചോദിച്ചിരുന്നെങ്കിലോ എന്ന് നമ്മൾ ആശിച്ചു. പക്ഷേ അതൊന്നും ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയെ സംബന്ധിച്ച് 6 കൊല്ലത്തിന് ശേഷം ഇത് പൊതുജനങ്ങൾ അറിയണം, സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞാണ് ഇൻ്റർവ്യൂ കൊടുത്തതെങ്കിൽ അത് അപാടെ തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു മാധ്യമത്തിന് മാത്രമായില്ലായിരുന്നു അഭിമുഖം കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി എല്ലാ പത്രക്കാരുടെയും മുന്നിൽ ധൈര്യമായിട്ട് നിൽക്കണമായിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമായിരുന്നു. പക്ഷേ അതിന് ലക്ഷ്മി തയ്യാറായില്ല. അതും വീണ്ടും നമുക്ക് സംശയത്തിന് ഇടയാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിലെ ലക്ഷ്മി പറയുന്നുണ്ട് കേസ് അതിൻ്റേതായ വഴിക്ക് പോകുന്നു, കൃത്യമായിട്ട് ആദ്യം തൊട്ട് പറഞ്ഞു കേട്ടിരുന്നൊരു കാര്യമാണ്. തൃശ്ശൂരിൽ നിന്ന് അന്ന് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഒരു വഴിപാടിന് വേണ്ടി, മുകൾക്കുള്ള വഴിപാടിന് വേണ്ടിയാണ് ബാലഭാസ്കറും സംഘവും അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ അന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ബാലഭാസ്കർ എന്തുകൊണ്ട് രാത്രി പുറപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അന്ന് അക്ഷയവർമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ, അത് ബാലഭാസ്കറിൻ്റെ ഒരു സുഹൃത്തും സംഗീത സംവിധായകനുമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹവുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു എന്നായിരുന്നു അന്ന് ബാലഭാസ്കറിൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടന്നിട്ടേ ഇല്ല എന്ന് അക്ഷയവർമ്മ വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞായിരുന്നു. പിന്നെ ബാലഭാസ്കർ എന്തുകൊണ്ട് രാത്രി പുറപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് അങ്ങും ഇങ്ങും തൊടാനുള്ള മറുപടിയായിട്ടാണ് ലക്ഷ്മി പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത് എന്ന് പറയുന്നത്, രാത്രി ഒത്തിരി വൈകാത്തതുകൊണ്ട് പുറപ്പെട്ടു. ഈ അപകടം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വെളുപ്പം കാലത്തെങ്ങാണ്ടാണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് രാത്രി യാത്ര എന്നിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ലക്ഷ്മിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ പല കാര്യത്തിലും ലക്ഷ്മിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് തന്നെ ഞാൻ തന്നെ ചോദിക്കുന്ന കാര്യമല്ല, ഇത് CBI കേസ് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ട് ഹൈക്കോടതി ചില കാര്യങ്ങൾ അന്ന് ചോദിച്ചായിരുന്നു. അതുതന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഹൈക്കോടതി പ്രധാനമായിട്ട് ചോദിച്ച ഒത്തിരി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ചോദിച്ചായിരുന്നു. അതിലെ ഒന്നായിരുന്നു 2019 സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ കസ്റ്റംസിൻ്റെ ബാലഭാസ്കറിൻ്റെ വീട്ടിൽ നിന്ന് ബാലഭാസ്കറിൻ്റെ 2 ഫോൺ ഈ പ്രകാശ് തമ്പിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. അതിനെപ്പറ്റി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചതാണ്. ഇതിന് ഈ ഫോണ് എങ്ങനെ പ്രകാശ് തമ്പിയുടെ കയ്യിൽ വന്നു എന്ന ചോദ്യത്തിന് എന്താ പറയേണ്ടതെന്നറിയില്ല. ലക്ഷ്മിയുടെ സംസാരം സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നമുക്ക് തോന്നുന്നു. അത് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ലക്ഷ്മിയുടെ മനസ്സിൽ അങ്ങനെ ഒന്നും കാണില്ലായിരിക്കാം, പക്ഷെ നമുക്ക് തോന്നലുണ്ട് എന്നുള്ളതാണ്. കാരണം ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കറിൻ്റെ ഫോണ് പേഴ്സുമൊക്കെ ലക്ഷ്മിയുടെ അമ്മ ചോദിച്ചു. ലക്ഷ്മിക്ക് വയ്യാതെ കിടക്കുന്ന സമയം അതാണ്. ലക്ഷ്മിയുടെ അമ്മ ചോദിച്ചപ്പോൾ തമ്പി പറഞ്ഞത്രേ, പേഴ്സ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ബാലഭാസ്കറിൻ്റെ ഫോൺ കുറച്ച് ദിവസം കൂടെ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന്. അപ്പം ലക്ഷ്മി പറയുന്നു, അതെനിക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. കാരണം ബാലഭാസ്കറിൻ്റെ ഫോണിനകത്ത് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. അത് ആരുടെ കയ്യിലിരുന്നാൽ എന്താ എന്ന് ഉള്ള ഉത്തരമാണ് നൽകിയത്. അത് നമുക്കൊരു സംശയത്തിനിട നൽകിയിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫോണിൽ കൂടെയാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത് അല്ലേ.
ബാലഭാസ്കറിൻ്റെ ഫോണിൽ എന്തൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട്, എന്തിന് തമ്പി ബാലഭാസ്കറിൻ്റെ ഫോൺ കൈവശം സൂക്ഷിച്ചു? അത് കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞില്ല. ലക്ഷ്മി അതൊരു അഴകുഴഞ്ചൻ മറുപടിയിൽ അത് ഒതുക്കി. അതാണ് നമുക്ക് സംശയത്തിനിടയ്ക്ക്. പക്ഷേ ഹൈക്കോടതിയും ചോദിച്ചു, എന്തുകൊണ്ട് ബാലഭാസ്കറിൻ്റെ ഫോണ് അത് വീട്ടുകാരെയല്ലേ ഏൽപ്പിക്കണ്ടേ, എന്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് പ്രകാശ് തമ്പി എന്ന് പറയുന്ന ഈ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുള്ള വ്യക്തി എന്തുകൊണ്ട് സൂക്ഷിച്ചു? അത് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ ലക്ഷ്മിക്കും കഴിഞ്ഞിട്ടില്ല, CBIക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഹൈക്കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പിടികൂടിയ 2 പേർ തങ്ങൾ പ്രകാശ് തമ്പിയുടെയും വിഷ്ണുവും നേതൃത്വം നൽകുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണെന്ന് മൊഴി കൊടുത്തിരുന്നു. എന്തുകൊണ്ടത് അന്വേഷിച്ചില്ല? ഈ പ്രകാശ് തമ്പിയും വിഷ്ണു ആണെന്ന് തോന്നുന്നു ഈ അർജുനെ നമ്മുടെ ബാലഭാസ്കറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും നേതൃത്വം നൽകുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിലെ അംഗങ്ങളാണ് തങ്ങൾ എന്ന് പിടിക്കപ്പെട്ടവർ മൊഴി കൊടുത്തിരുന്നു. അതിനെപ്പറ്റി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ഹൈക്കോടതി CBIയോട് ചോദിക്കുന്നുണ്ട്. ബാലഭാസ്കർ തന്നെ വിഷ്ണുവുമായി പരിചയപ്പെടുത്തിയതെന്ന്, ബാലഭാസ്കറാണ് വിഷ്ണുവുമായി തന്നെ പരിചയപ്പെടുത്തിയതെന്ന് കസ്റ്റംസ് ഓഫീസർ രാധാകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. കസ്റ്റംസ് ഓഫീസർ രാധാകൃഷ്ണൻ ഇങ്ങനൊരു മൊഴി നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റിയും CBI അന്വേഷിച്ചിട്ടില്ല. ബാലഭാസ്കറിൻ്റെ ഫൗണ്ടർ റെക്കോർഡിസ്റ്റായിരുന്ന ജമീൽ അബ്ദുൽ ജബ്ബാർ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരംഗമായി എന്നൊന്ന് പറയുന്നു. അതിനെപ്പറ്റിയും CBI അന്വേഷിച്ചിട്ടില്ല. ബാലഭാസ്കറിൻ്റെ വാഹനം ആക്രമിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ഫോബി ജോർജിൻ്റെ മൊഴി അവിശ്വസിച്ചു. ഫോബി ജോർജിൻ്റെ മൊഴിയെ CBI അത് പ്രാധാന്യം കൊടുത്തേയില്ല. പക്ഷേ പ്രകാശ് തമ്പിയുടെയും വിഷ്ണുവിൻ്റെയും മൊഴി വിശ്വസിച്ചു. ഇത് സംശയകരമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതി പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയെ കാണണമെന്നുള്ള പേരിലാണ് ബാലഭാസ്കർ രാത്രി തൃശ്ശൂരിൽ നിന്ന് തിടുക്കത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്രയായത്. അങ്ങനെയൊരു കൂടിക്കാഴ്ചയെപ്പറ്റി തനിക്കറിയില്ല എന്ന് അക്ഷയുടെ മൊഴിയുണ്ട്. പിന്നെ എന്തുകൊണ്ട് രാത്രി തന്നെ പുറപ്പെട്ടു? ഈ ലക്ഷ്മി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ലക്ഷ്മിക്ക് തീരെ വയ്യായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഭാര്യയ്ക്ക് വയ്യാഞ്ഞിട്ട് പോലും ബാലഭാസ്കർ എന്തുകൊണ്ട് തിടുക്കപ്പെട്ടു യാത്ര തിരുവനന്തപുരത്തേക്ക് രാത്രി തന്നെ പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടാത്തിരിക്കുന്നത്. അത് ലക്ഷ്മി ആകെപ്പാടെ അത് കുളമാക്കുകയും ചെയ്തു. ലക്ഷ്മിക്കും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അപകടം നടന്ന ഉടൻ തൃശ്ശൂരിൽ നിന്ന് ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുൻ്റെ ആൻറ്റി ലത ഫോണിൽ വിളിച്ചിരുന്നു. ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ ലത എന്ന് പറയുന്ന വ്യക്തി അർജുനെ ഫോൺ വിളിച്ചിരുന്നു. അത് 4:14 അവർ 4:14 ഒരാൾ ഉറക്കം ഒളിച്ചിരുന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അതിനെപ്പറ്റി അന്വേഷിച്ചോ എന്നാണ് CBIയോട് ഹൈക്കോടതി ചോദിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബാലഭാസ്കറിനെ വളരെ ദൂരെയുള്ള ബാലഭാസ്കറിൻ്റെ ഒരു ബന്ധുക്കൾ പോലും, ബാലഭാസ്കറിൻ്റെ അടുത്ത ബന്ധുവാണ് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയെ പോലും അറിയിക്കാതെ കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഈ അനന്തപുരിയിലേക്ക് എന്തിനു കൊണ്ടുപോയി, തിടുക്കപ്പെട്ടുകൊണ്ടുപോയി. ബാലഭാസ്കറിൻ്റെ ഒരു ബന്ധുക്കളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം അവിടെ അടുത്തൊക്കെ ആശുപത്രി ഉണ്ടായിട്ട് പോലും ഈ അനന്തപുരിയിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുപോയി എന്ന് ഹൈക്കോടതി CBIയോട് ചോദിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ തന്നെ മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെത്തി ഫോണും മറ്റ് സാധനങ്ങളും ഉടൻ തന്നെ കൈപ്പറ്റുകയും ചെയ്തു. അന്ന് തന്നെ കൈപ്പറ്റി. ഈ പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു കൈപ്പറ്റിയത്. അപ്പോൾ ഈ ഫോണിനകത്ത് ഒന്നുമില്ല, അത് തുറന്ന പുസ്തകമാണെന്ന് ലക്ഷ്മി പറയുന്നെങ്കിലും നമുക്ക് അത്ര വിശ്വാസമല്ല. ഇവർ ബാലഭാസ്കറും ഭാര്യയും മകളും എല്ലാം കൂടെ വരുന്ന വഴി ജ്യൂസ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ CCTVയുടെ ദൃശ്യങ്ങൾ ഈ പ്രകാശ് തമ്പി ടെക്നീഷ്യനുമായിട്ട് പോയി പിറ്റേന്ന് രാവിലെ തന്നെ അത് പരിശോധിച്ചു. പോലീസ് എത്തും മുമ്പേ പരിശോധിച്ചു. അത് എന്തിന്? കാരണമൊന്നുമില്ലാതെ പരിശോധിക്കത്തില്ലല്ലോ. അതാണ് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം.
അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറയാം. അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ബാലഭാസ്കറിൻ്റെ മൊഴി അനുസരിച്ച് ബാലഭാസ്കർ നേരത്തെ തന്നെ ഡോക്ടറോടും ഫ്രണ്ട്സിനോടും ഒക്കെ സംസാരിച്ച് അതിനകത്തും പറഞ്ഞേക്കുന്ന അർജുൻ വണ്ടി ഓടിച്ചെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അർജുൻ്റെ മൊഴി മാത്രമേ ഉള്ളൂ ബാലഭാസ്കർ വണ്ടി ഓടിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നത്. അപ്പം ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തതായിരുന്നു അർജുൻ്റെ പരിക്ക് വളരെ നിസ്സാരമാണ്. സീറ്റ് ബെൽറ്റ് ഇട്ട് ഫ്രണ്ടിലിരുന്ന ലക്ഷ്മിയുടെയും കുഞ്ഞ് മരിച്ചുപോയി. ലക്ഷ്മിയുടെ വളരെ ഗുരുതരമായി പരിക്ക് പറ്റി. പക്ഷേ ബാലഭാസ്കർ പുറകിൽ കിടന്നുറങ്ങിയായിരുന്നു. ബാലഭാസ്കറിനും മരിച്ചുപോയി. പക്ഷെ അർജുന് മാത്രം സാരമായി പരിക്കൊന്നും പറ്റിയില്ല. എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഹൈക്കോടതി അന്ന് ചോദിച്ചത്. അതിന് CBIക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും നമുക്കും ഇതിന് യാതൊരു മറുപടിയും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറുപടി കിട്ടാത്തോളം കാലം ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകും. കാരണം സ്വർണ്ണ കള്ളക്കടത്തുവരുമായിട്ട് ബന്ധമുള്ള ഒരു കേസായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബാലഭാസ്കറിൻ്റെ മരണം നടന്നു. സാധാരണ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത ഒരു കേസാണ്. സാധാരണ രീതിയിലുള്ള ഒരു അപകട മരണം എന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു. പക്ഷേ ഇതിനകത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയൊക്കെ ചില കാര്യങ്ങൾ സംശയകരമാണ്. രാത്രി തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു, പോലീസിൻ്റെ അടുത്ത് പോയി മൊബൈൽ ഫോൺ വാങ്ങുന്നു, ഈ മൊബൈൽ ഫോൺ തന്നെ കൊടുക്കാതിരിക്കുന്നു, പിന്നെ പോലീസുകാർ അവിടെ പോയി അത് കണ്ടെടുക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സംശയം കൂടത്തേ ഉള്ളൂ അല്ലേ? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ലക്ഷ്മി 6 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് വാ തുറന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷൻ. വീണ്ടും കൂട്ടാൻ മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ. പിന്നെ പ്രകാശ് തമ്പി, ലത, അങ്ങനെ വിഷ്ണു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട യാതൊരു ചോദ്യവും ഈ ആങ്കർ ചോദിച്ചില്ല. ആങ്കർ ചോദിക്കാതിരുന്നതാണോ അതോ ലക്ഷ്മി ഒഴിവായതാണോ എന്നില്ല. അവരുടെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാ പറഞ്ഞ കൂനിമേൽ കുരു പോലെ ആയിപ്പോയി ഈ ഇൻ്റർവ്യൂ. വീണ്ടും സംശയങ്ങൾ കൂടുകയാണ്. ഈ സംശയത്തിനെല്ലാം കൃത്യമായി മറുപടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. CBI അന്വേഷണം, രണ്ടാമത്തെ അന്വേഷണം, കോടതി ആദ്യത്തെ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചില്ല. കാരണം ഇതിനകത്തൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി തള്ളിയ റിപ്പോർട്ട് വീണ്ടും പുനരന്വേഷിക്കാൻ വേണ്ടി കോടതി പറഞ്ഞു. ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇനിയും കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് എന്താണ് പുതിയ കാര്യങ്ങൾ വല്ലതും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് കുറച്ച് നാൾ നീണ്ടു നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിനകത്ത് സത്യം കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അപകട മരണമാകാം. പക്ഷേ സംശയങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിന് ഒരു അന്ത്യം വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഏതായാലും ലക്ഷ്മി വൈകി വാ തുറന്നെങ്കിലും അത് ഈ സംശയം ദൂരീകരിക്കാനുള്ള കാരണങ്ങൾ ഒന്നും നമുക്ക് കിട്ടിയില്ല. സംശയങ്ങൾ വീണ്ടും കൂട്ടാൻ മാത്രമേ അത് വഴിപ്പെട്ടുള്ളൂ എന്നുള്ളത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.